നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു ഭാരം തോന്നാറില്ലേ? ആ കഠിനമായ നിമിഷങ്ങളെക്കുറിച്ചും അതിനെയൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റുമെന്നും ഇന്ന് സംസാരിക്കാം. ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ചില നിമിഷങ്ങൾ വരും. മുന്നിൽ നോക്കുമ്പോൾ എല്ലാം ഒരു ശൂന്യത പോലെ തോന്നുന്ന, ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ നമ്മളെ തനിച്ചു നിന്ന് പകച്ചു പോകുന്ന ചില നേരങ്ങൾ. ആ ഒരു സമയത്ത് ഈ ലോകത്ത് നമ്മൾ തീർത്തും ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടല്ലോ, അത് നമ്മളെ വല്ലാതെ അങ്ങ് പിടിച്ചുലയ്ക്കും. സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത നമ്മളെ തളർത്തിക്കളയും. നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നോ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ എന്താണെന്നോ ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് തോന്നിപ്പോകും. നമ്മൾ എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും ആരും അത് ഉൾക്കൊള്ളുന്നില്ല എന്നൊരു തോന്നല്, അല്ലേ? അങ്ങനെ ചിന്തിച്ച് അവസാനം നമ്മളൊരു നിഗമനത്തിലെത്തും, എന്റെ കൂടെ ആരുമില്ല എന്ന്. ഒരുപക്ഷേ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്നൊരു തിരിച്ചറിവായിരിക്കും അത്. പക്ഷേ ഒന്ന് നിൽക്കൂ. ഈ ഒരു ഇരുണ്ട ചിന്തകൾക്കിടയിലും നിങ്ങൾ കേൾക്കേണ്ട, നിങ്ങൾ ഉറപ്പായും അറിയേണ്ട ഒരു സത്യമുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ആ ഒറ്റപ്പെടലെന്ന് പറയുന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്, അതല്ല യാഥാർത്ഥ്യം. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു ശക്തി അത് വേറെ എവിടെയുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നോക്കൂ, ഇതാണ് ആ വ്യത്യാസം. ഒരു വശത്ത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് നമ്മുടെ തോന്നൽ, എന്നാൽ മറുവശത്ത് എന്റെ ഉള്ളിലൊരു വലിയ ശക്തിയുണ്ട് എന്ന സത്യം. ഇത് രണ്ടും രണ്ടാണ്. എങ്ങനത്തെ ശക്തിയാണെന്നോ? ഏതു പ്രതിസന്ധി വരുമ്പോഴും, നമ്മളൊന്ന് വീണുപോകുമ്പോഴും നമ്മളെ കൈപിടിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു വലിയ ശക്തി. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ശരി, ഈ ശക്തി ഉള്ളിലുണ്ട്, പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ പുറത്തെടുക്കുക? എങ്ങനെയാണിത് ഉപയോഗിക്കുക? അതിനുള്ള ഉത്തരമാണ് വിശ്വാസം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിശ്വാസം. ഇത് പക്ഷേ മറ്റെന്തിലെങ്കിലുമുള്ള വിശ്വാസമല്ല കേട്ടോ. ഇത് നിങ്ങളിൽ തന്നെയുള്ള, നിങ്ങളെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു താക്കോൽ, അതാണ് ഈ വിശ്വാസം. ഇതിലേക്കുള്ള വഴി വളരെ ലളിതമാണ്. ആദ്യം തന്നെ എന്റെ ഉള്ളിൽ അങ്ങനൊരു ശക്തി ഉണ്ടെന്ന് നമ്മളങ്ങ് അംഗീകരിക്കുക. രണ്ടാമതായി, മറ്റാരേക്കാളും ഉപരിയായി എന്നെത്തന്നെ ഞാൻ വിശ്വസിക്കാൻ പോവുകയാണെന്ന് തീരുമാനിക്കുക. മൂന്നാമതായി, ആ വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കാനങ്ങ് അനുവദിക്കുക. അതെ, നിങ്ങളെ തന്നെ വിശ്വസിക്കൂ. കാരണം നിങ്ങളിൽ നിങ്ങൾക്കുള്ള ആ ഒരു വിശ്വാസമുണ്ടല്ലോ, അത് മതി. ഏതിരുട്ടിലും അത് നിങ്ങൾക്ക് വഴികാട്ടിയാകും, തീർച്ച. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ തുടങ്ങിയ ആ ഒരു ചിന്തയുണ്ടല്ലോ, ഞാൻ തനിച്ചാണ് എന്നുള്ളത്, അത് തെറ്റാണ്. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. കാരണം വേറെ ആരുമല്ല, വേറെ ഒന്നുമല്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം നിങ്ങൾ തന്നെയാണ്. അപ്പോ നിങ്ങളുടെ യഥാർത്ഥ ശക്തി എവിടെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഈയൊരു തിരിച്ചറിവ് വെച്ച് ഇനി മുന്നോട്ട് എന്തു ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം? ഒന്നാലോചിച്ചു നോക്കൂ.